ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ നാളെ നമ്മളുടെ ഓണമാണ്. സോ ഓണത്തിൻ്റെ വിശേഷങ്ങളും തലേ ദിവസം ഞാനും അച്ഛനും കൂടെ കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളും ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഞാൻ ചെല്ലാനത്ത് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളും ഒരു മൂവി കണ്ടു, അത് എല്ലാം ചേർത്ത് ഞാൻ എൻ്റെ ഈ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് നമ്മൾ റീന ചേച്ചിയുടെ അടുത്തോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, എറ്റേണലിൽ. അങ്ങനെ അവിടെ പോയി അച്ഛമോന് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ധാവണിയും കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്തത് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങി, ഒയ്യോ ഒരു പള്ളിപ്പെരുന്നാളിലുള്ള ആളുണ്ടായിരുന്നു എമ്മിനകത്ത്. അതൊരു ചുരിദാർ മാറാനായിട്ട് കയറിയതാണ്. എൻ്റെ കർത്താവേ, എന്നാ തിരക്കായിരുന്നു, ഇത് കണ്ടില്ലേ തിരക്ക്. ഞാനും അച്ഛമോനും വളരെ തന്ത്രപരമായി ബുദ്ധിപൂർവ്വം കളിച്ച് ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നാളെ പൂക്കളം ഇടാനായിട്ട് കുറച്ച് രണ്ട് പാട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. മുല്ലപ്പൂവും ജമന്തിപ്പൂവും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ജോയാലുക്കാസിലും കയറേണ്ട കാര്യമുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ മഴയിൽ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റാണിയിലോട്ട് കയറി. റാണിയിലാണെങ്കിൽ എൻ്റെ പൊന്നേ, നിങ്ങൾ കയറിയിട്ടുണ്ടോ റാണിയിൽ? വളയുടെ ഒരു എന്താ പറയുക, ഒരു പോർഷൻ കംപ്ലീറ്റ് വള സെക്ഷൻ മാത്രമാണ്, ഒരു ഫ്ലോർ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അയ്യോ, കയറിയിട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, എത്ര തരം വളകളാണ്. ഞങ്ങൾ കുപ്പിവള വാങ്ങിക്കാൻ കയറിയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അനിയത്തിക്കൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഈ കൂട്ടൻ്റെ വളയുടെ സൈസ് അവളുടെ ഷെയ്ഡ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അച്ചുമോൻ എടുത്ത് തന്ന വീഡിയോ കേട്ടോ ഇത്. എന്തോരം കളക്ഷൻസാണ് വളയുടെ. അങ്ങനെ പിന്നെ അത് റാണിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഓരോ ചായയും ഒരു ഇതുമൊക്കെ കഴിച്ചിട്ട് കട്ടനാട്ടോ അടിച്ചേ. അവിടെ നിന്ന് ഒരു കട്ട്ലൈറ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട്. ഞങ്ങളിന്ന് കാട്ടൂർ പിലോൻ്റെ വീട്ടിലാട്ടോ എല്ലാവരും കൂടെ ഓണം കൂടുന്നത്. നമ്മുടെ അവിടെയാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം. ഇപ്പോഴും അമ്മച്ചിയുടെ സഹോദരങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഓരോരോ പാട്ടിലായിരുന്നു കൂടുന്നത്. അപ്പം ഞാൻ പൂ കൊണ്ടുവന്നിട്ട് പിള്ളേരുമായിട്ട് കിള്ളാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറിയിരുന്നതാണ്. ഇതൊക്കെ പിള്ളേർക്ക് ഓരോ നൊസ്റ്റു ആകണമല്ലോ. നമ്മൾ കുഞ്ഞിലെ എങ്ങനെയായിരുന്നല്ലോ, പിള്ളേർക്ക് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാകണമല്ലോ എന്ന് കരുതി അവരെയും കൂട്ടിയിരുന്ന് ഞാൻ പൂ കിള്ളാനായിട്ട് മാറിയിരുന്നേ. ഞാൻ കുറച്ച് ജമന്തി തന്നെ 2 തരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാടാമുല്ലയും മറ്റേ ബട്ട്റോസും അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ മുട്ട ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ആകുമ്പോൾ നല്ലോണം വിരിഞ്ഞ് സെറ്റായിട്ടിരിക്കുമല്ലോ. ഈ ചെറുത് കണ്ടില്ലേ, അവൾ നല്ല കറക്റ്റായിട്ടിരുന്ന് കിള്ളി കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ടിരുന്ന് അങ്ങനെ പൂവൊക്കെ കിള്ളി സെറ്റായി. പിള്ളേരും ഹാപ്പി. അങ്ങനെ അവർക്ക് ഒരു അനുഭവമാണല്ലോ ഇത്. നമ്മൾ കുഞ്ഞിലെ എങ്ങനെയായിരുന്നല്ലോ, നമ്മൾ കുഞ്ഞിലെ അവരുടെ പോയി പറിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ പറിക്കാനൊന്നും ആരും സമ്മതിക്കത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ പിള്ളേരുമായിട്ടിരുന്നിട്ട് പൂ ഓരോരോ സെക്ഷനിലോട്ട് മാറ്റി മാറ്റി തിരിച്ചൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ ആൻറ്റി പത്രമൊക്കെ കൊണ്ടുവന്നിട്ട് തന്നു പൂവൊക്കെ കിള്ളിയിടാനായിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ടിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാര്യം മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ സന്തോഷം അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു കേട്ടോ. ഇത് കണ്ടില്ലേ ചെറുതിൻ്റെ കളി. അവൾ നല്ല രസമായിട്ടിരുന്നു എല്ലാം ചെയ്യാൻ ഹാപ്പി. അവൾ അലമ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് ഇതുങ്ങളായിട്ട് ഇരിക്കുമ്പോൾ ഇതുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുക അല്ലെങ്കിൽ പൂവിന് വേണ്ടി അലമ്പുണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒരു കുഴപ്പമില്ലാതിരുന്നുകൊണ്ട് എല്ലാതേ ഉണ്ടല്ലോ, ഇതെല്ലാം ഒന്നിനൊന്നിന് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ കിള്ളിയിട് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ടിരുന്നുണ്ട്. എല്ലാം കൂടി ഇരുന്ന് കിള്ളി കേട്ടോ. അത്രയ്ക്ക് നല്ല ഇതായിട്ടോ പിള്ളേരിരുന്ന് ചെയ്തത്. കാര്യം അവരൊക്കെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നല്ല രസമായിരുന്നു. മക്കൾ ഭയങ്കര രസമായിട്ടിരുന്നുകൊണ്ട് അവർ വേസ്റ്റ് അവിടെ ഇടണം, ഇതിനകത്ത് ഇതിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ പിള്ളേർ. പൂക്കളും ഇവരെയും കൂട്ടി തന്നെ ഇടണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷെ അത്തപ്പൂക്കളം ഇടാനായിട്ട് പറ്റിയില്ല. കാരണം അത്തപ്പൂക്കളം രാത്രിയാകുമ്പോൾ പുറത്തിടുമ്പോൾ പൂച്ച കയറുമെന്ന് പറഞ്ഞ അങ്കിള്. അപ്പോൾ പിന്നെ കരുതി എന്നാൽ പിറ്റേ ദിവസം വന്നിട്ട് ഇടാമെന്ന് കരുതി. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പോയി വന്നപ്പോൾ ലേറ്റായി. അങ്ങനെ പിന്നെ പിള്ളേർ അമ്മു അതിലും ഉണ്ടായിരുന്നു. പിന്നെ ശിവക്കുട്ടൻ അവരെല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതെല്ലാം കിള്ളി സെറ്റാക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി വന്നിട്ടില്ലായിരുന്നു. ഞാനും തത്തുവും അനിയനും അനിയത്തിയും പിള്ളേരുടെ രണ്ടും അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ഓണത്തിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ മാറിയിരുന്നേ. തത്തുവിൻ്റെ കാലിൽ മൈലാഞ്ചി ഇടുക, തത്തുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുക. തത്തുക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ കിടന്നുകൊണ്ട് അവളുടെ കയ്യിലും കാലിലൊക്കെ ഞാൻ വരച്ചു. അവളുടെ മാത്രമല്ല എൻ്റെയും. ഇതെന്നെ 8 കാലിയാണോ എന്ന് ചോദിക്കരുത് ആരും. 8 കാലിയുടെ വല പോലെ ഉണ്ട്. നീച്ചാൻ്റെ പേരൊക്കെ എഴുതി ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഡേ 2. ഓണത്തിൻ്റെ തലേ ദിവസം എടുക്കണമെന്ന് കരുതിയ ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ
ഓണത്തിൻ്റെ രാവിലെ ഇപ്പോൾ 6:30 ആയിട്ടോ. തത്തുമോളും എണീറ്റ് ഈ ഒരു ടൈമിൽ തന്നെ എണീറ്റ് എൻ്റെ കൂടെ വന്ന് കേട്ടോ, പാവം കൊച്ച്. അങ്ങനെ പിന്നെ അനിയത്തി ധാവണിയൊക്കെ എന്നെയും തത്തുവിനെയും ഉടുപ്പിച്ച് എല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ പിന്നെ ഞാനും തത്തുക്കുട്ടനും കൂടെ പോയി കേട്ടോ. ഇത് കണ്ടില്ലേ എൻ്റെ പാവം കൊച്ച്. എല്ലാ ഡ്രസ്സും എടുക്കുമ്പോഴും വേണ്ട മമ്മി അത് വേണ്ട മമ്മി ഇത് വേണ്ട മമ്മി എന്ന് പറയുമെങ്കിലും എൻ്റെ ഒപ്പം നിന്ന് കേട്ടോ അവളെല്ലാ കാര്യത്തിനും. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഞാൻ അച്ചുമോനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അച്ചുമോൻ രാവിലെ വന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ കാട്ടൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ വന്ന സമയത്ത് പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ. അങ്ങനെ പിന്നെ തത്തമ്മ ശരിക്കും ടയേർഡായിട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ പോയിട്ട് വന്നിട്ട് ഇരിപ്പ് കണ്ടില്ലേ വലിയമ്മയുടെ. ദേഷ്യമാണ്. ഓരോന്ന് ഉരുത്താ മമ്മി, മാല ഉരുത്താ, വള ഉരുത്താ, കമ്മൽ ഉരുത്താ, ഇങ്ങനത്തെ ദേഷ്യമായിരുന്നു. പിന്നെ കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ആൻറ്റി അങ്കിളും കൂടെ ഇവിടെ പാലട പ്രഥമം വെക്കാനുള്ള ഇതിലാണ്. ഞങ്ങൾ ഫുഡാണെങ്കിൽ ഓർഡർ ചെയ്തത് ഇപ്രാവശ്യം. കാര്യം എല്ലാവരും കൂടെ വേറെ കളിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ പിന്നെ ദീപവും മാമനും ഒക്കെ കൂടെ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. പായസം മാത്രം നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജോമോളേച്ചി ആട്ടോ. ജോമോളേച്ചി അമ്മച്ചിയുടെ ആങ്ങളുടെ മോളാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് മാറിയിരുന്നു. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ
മലരോണ പാട്ട്. അങ്ങനെ സദ്യയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാരാരിക്കുളത്തോട്ട് പോയിറങ്ങി കേട്ടോ, ഞാനും തത്തുക്കുട്ടിയും കൂടെ. കാരണം ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ചെല്ലാനം പോകും. അതിന് മുന്നേ ഇന്ന് അനിയൻ്റെ അനിയത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ അവർക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മാരാരിക്കുളത്ത് വരും. അപ്പോൾ അന്നേരം കേക്കും വാങ്ങിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തിട്ട് വീട്ടിലോട്ട് പോകാമെന്നും കരുതി ഞാനും തത്തുക്കുട്ടിയും കൂടെ മാരാരിക്കുളത്തോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോരും കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. തത്തുവിനെ കണ്ടില്ലേ, മാലയൊക്കെ ഊരിക്കളഞ്ഞ് ഷോളൊക്കെ ഊരിക്കളഞ്ഞ്. തത്തുവിനെ കമ്മലും കൂടെ ഊരിക്കളഞ്ഞാലേ ഇനി സമാധാനം കിട്ടത്തുള്ളൂ. അങ്ങനെ മാരാരിക്കുളത്ത് നിന്ന് കേക്കും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പിന്നെയും കാട്ടൂർക്ക് തന്നെ പോകാം കേട്ടോ. കേക്ക് എടുത്ത് അവിടെ കൊടുത്തിട്ട് പോകുന്നു കേട്ടോ അനിയത്തിയുടെ കയ്യിൽ. കാരണം അവിടെ ആണെങ്കിൽ അനിയൻ ഉറക്കമായിരുന്നു, കുഞ്ഞുമൊക്കെ ഉറക്കമായിരുന്നു ഈ കൂട്ടനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഇത് മാരാരിക്കുളം പള്ളിയിൽ നിന്ന് പെരുന്നാൾ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പെരുന്നാളിൻ്റെ ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റോഡിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെല്ലാനം എത്തിയിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് കയറാൻ നിന്നില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റായിരുന്നു. 5:15 5:30ക്കാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. എരമല്ലൂർ വരെ പോകണം. അപ്പം എന്നോട് മേഞ്ചേട്ടൻ പറഞ്ഞാൽ ഒന്ന് റോഡിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ തത്തുകൊണ്ടും കൂടെ അവിടെ വെയിറ്റ് ചെയ്തു. കാരണം അച്ഛൻ ചേട്ടനും ഉണ്ട്, അല്ലാണ്ട് മൂത്തേട്ടനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരു വണ്ടി എടുക്കും, ഞാനും എടുക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് 2 വീലറിൽ പോകാം. അപ്പം നീ അവിടെ വെയിറ്റ് ചെയ്തെന്ന് കൊണ്ട് ഞാൻ അവിടെ മാറി നിന്നാ കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി. മൂത്തേട്ടനും അച്ചാച്ചനും മെഹൂസും ഒരു വണ്ടിയിൽ. അപ്പോൾ ചേച്ചി ഇത് അച്ഛൻ ചേട്ടനും അമ്മയാട്ടോ. പിന്നെ ചേച്ചീനെ കണ്ടാൽ പിന്നെ ഞാൻ വണ്ടി എടുക്കില്ല. ചേച്ചി പറയുമ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഹെൽമെറ്റ് അങ്ങ് ഊരി. ചേച്ചീനെ കണ്ടാൽ പിന്നെ ഞാൻ വണ്ടി എടുക്കത്തില്ല. ചേച്ചി എടുത്തോന്ന് പറഞ്ഞ് ചേച്ചിയിലോട്ട് വണ്ടിയും താക്കോലെല്ലാം കൊടുത്തു. ഞാൻ ഒരു ബാക്കിലിരുന്ന് സ്വസ്ഥമായിട്ട്. ചേച്ചി ആകുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കും. ഞാനാണെങ്കിൽ ഇത്രയോടെ ടെൻഷൻ അടിച്ച് ഓടിക്കത്തുള്ളൂ. ഇത് ചേച്ചിയുടെ അപ്പിച്ചിയും മമ്മിയും കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ ആങ്ങളെയും അപ്പവും അവനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ മൂവി കയറിയത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സൂപ്പറായിട്ടിരുന്നു മൂവി കണ്ടു. സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ മെഹൂസിന് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെയായിരുന്നു സാനിയ സിനിമാറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് തത്തുമോൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ സദ്യ കഴിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഓരോന്ന് എടുത്ത് വെച്ച് അവൾ തന്നെ ഞാൻ വിളമ്പിക്കോളാം മാമയെന്നും പറഞ്ഞുകൊണ്ട് ചോറൊക്കെ എടുത്ത് വെക്കുവാണേ. ഓണം വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.